Hello everyone, welcome back to the channel. ഇന്ന് നമ്മൾ ലിങ്ക് ടെസ്റ്റും പാർഷ്യൽ ലിങ്ക് ടെസ്റ്റും ആണ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറെ രണ്ട് എലമെന്റ് ലൊക്കേറ്റേഴ്സ് ട്രൈ ചെയ്തായിരുന്നു. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പോൾ മെയിൻ ആയിട്ട് 8 എലമെന്റ് ലൊക്കേറ്റേഴ്സ് ആണ് സെലീനിയത്തിലുള്ളത്. ഐഡി, നെയിം, ലിങ്ക് ടെസ്റ്റ്, പാർഷ്യൽ ലിങ്ക് ടെസ്റ്റ്, ടാഗ് നെയിം, ക്ലാസ് നെയിം, CS സെലക്ടഡ് ആൻഡ് എക്സ്പാത്ത്. അപ്പൊ അതില് ID നമ്മൾ കണ്ടു എങ്ങനെയാന്നുള്ളത്. എലമെന്റ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നു. ആ എലമെന്റിന്റെ ടാഗിന്റെ ഉള്ളിൽ, അതായത് ആംഗുലർ ബ്രാക്കറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അതിനുള്ളിൽ വരുന്നത് എല്ലാം ആട്രിബ്യൂട്ട്സ് ആണ്. അതിൽ ID എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാവും. അതിന്റെ വാല്യൂ ആണ് നമ്മൾ സെലീനിയം കമാൻഡിലേക്ക് വന്നിട്ട് by.id എന്ന് പറഞ്ഞ ആ വാല്യൂ ആണ് നമ്മൾ ഐഡിയിൽ പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെയിമിന്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ നെയിം എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ആ എലമെന്റിൽ സെർച്ച് ചെയ്തെടുക്കുന്നു. അതിന്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ by.name ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനുണ്ട് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുക. ഇന്ന് നമ്മൾ ലിങ്ക് ടെസ്റ്റും പാർഷ്യൽ ലിങ്ക് ടെസ്റ്റും ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലിങ്ക് ടെസ്റ്റും പാർഷ്യൽ ലിങ്ക് ടെസ്റ്റും രണ്ടും യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ലിങ്കുകൾ ഒരു വെബ് പേജിൽ ഐഡന്റിഫൈ ചെയ്ത് ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ പേജിൽ അവൈലബിൾ ആയിട്ടുള്ള ലിങ്കുകളെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് എന്ത് ആക്ഷൻ ആണോ അതിൽ ചെയ്യാനുള്ളത് അത് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എലമെന്റ് ലൊക്കേറ്റർ ആണ് ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് ആങ്കർ ടാഗിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ലിങ്ക് ടെസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെ, ഒരു ലിങ്കിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു ലിങ്ക് ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. HTML പേജിൽ ഒരു ആങ്കർ ടാബ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ ഏത് പേജിലേക്കാണോ നമുക്ക് നാവിഗേറ്റ് ചെയ്യേണ്ടത്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് പേജിലേക്കാണോ നാവിഗേറ്റ് ചെയ്യേണ്ടത് അതിന്റെ റെഫറൻസ് href എന്ന് പറഞ്ഞ് ആ ലിങ്ക് നമ്മൾ കൊടുക്കും. എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഈ ടാഗിന്റെ പുറത്താണ് കൊടുക്കുന്നത്. ഓക്കെ, ഡൗൺലോഡ്സ് എന്നുള്ള ലിങ്കിലാണ് യൂസർ പോയി ക്ലിക്ക് ചെയ്യുന്നത്. അതാണ് ആ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അല്ലെ, ഈ എ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ടാഗ് ഉണ്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഡൗൺലോഡ്സ് എന്നുള്ള വേർഡ് കൊടുത്തിട്ട് പിന്നെയാണ് ഒരു ക്ലോസിംഗ് ടാഗ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ടെക്സ്റ്റ് ആണ് നമുക്ക് പുറമേ കാണാൻ പറ്റുന്നത്. നമ്മുടെ വെബ് പേജിൽ കാണാൻ പറ്റുന്നത് ഡൗൺലോഡ്സ് എന്നുള്ളതാണ്. ആ ഡൗൺലോഡ്സ് എന്ന് കാണുന്ന ഡിസ്പ്ലേ ടെക്സ്റ്റ് ആണ് നമ്മൾ ലിങ്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ സെലീനിയം കോഡിൽ കൊടുക്കുന്നത്. by.linkText downloads എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ കണ്ടതിൽ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ നമ്മൾ നെയിം കണ്ടപ്പോൾ അത് ആ ടാഗിന്റെ ഉള്ളിലുള്ള ഒരു ആട്രിബ്യൂട്ട് ആണെന്നാണ് പറഞ്ഞത്. അതുപോലെ ഐഡിയും അതുപോലെ ഈ ആംഗുലർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അതിനുള്ളിൽ കിടക്കുന്ന ഒരു ആട്രിബ്യൂട്ട്, ഇതൊന്നും പുറമെ ഡിസ്പ്ലേ ചെയ്യുന്ന സാധനങ്ങളായിരുന്നില്ല. അപ്പൊ ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മള് ബാക്കി ലൊക്കേറ്റേഴ്സിൽ നമ്മൾ അതിനുള്ളിലുള്ള ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ലിങ്ക് ടെസ്റ്റിലും പാർഷ്യൽ ലിങ്ക് ടെസ്റ്റിലും നമ്മൾ ചെയ്യുന്നത് ഡിസ്പ്ലേ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട്, അതായത് ഹൈപ്പർ ലിങ്ക് എന്ന് നമ്മൾ ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഹൈപ്പർ ലിങ്കിന്റെ ടെക്സ്റ്റ് എന്താണോ അത് വെച്ചിട്ടാണ് നമ്മൾ സെലീനിയത്തിൽ കോഡ് എഴുതുന്നത്. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എക്ലിപ്സ് എടുക്കട്ടെ. ഓക്കെ, ഞാനിവിടെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. LinkText ട്രയൽസ് എന്ന് പറഞ്ഞ ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തു. അതിൽ ഞാനിവിടെ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയ കോഡ് ഒന്ന് കോപ്പി എടുത്തതാണ്. system.set പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട്, ChromeDriver ആഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഇൻസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു driver.get കമാൻഡ് വിളിച്ചു, ഒരു 2 സെക്കൻഡ് സ്ലീപ്പ് കൊടുത്തു. അപ്പൊ സ്ലീപ്പ് കമാൻഡ് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ ത്രോസ് ഡിക്ലറേഷൻ ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൈറ്റിൽ പോയി നോക്കാം. അപ്പൊ ഈ സൈറ്റാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്, demo.guru99.com. ഇതിൽ കുറച്ച് ലിങ്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഈ സൈറ്റിലേക്ക് വന്നത്. നമുക്ക് ഒരെണ്ണം ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ലിങ്ക് ടെക്സ്റ്റ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് ഇവിടെ ഇൻസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതെല്ലാം ലിങ്കുകളാണ് കേട്ടോ. ഈ കാണുന്ന എല്ലാം ഹൈപ്പർ ലിങ്ക്സ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഇതിന്റെ മേളിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, കണ്ടോ, href ആ റെഫറൻസ് ഏത് പേജിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് ഡിസ്പ്ലേ ചെയ്യുന്ന സാധനമാണ്, അല്ലെ. അപ്പൊ കോപ്പി എലമെന്റ് ഞാൻ ഇവിടെ ഒന്ന് നോട്ട് പാഡിൽ ഇട്ട് കാണിക്കാം. ഇനി ഇത് കുറച്ച് സൈസ് ഭയങ്കര ചെറുതാണ്, അതെനിക്ക് കൂട്ടാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻഷുറൻസ് പ്രോജക്റ്റിന്റെ കോഡാണ് ഈ കിടക്കുന്നത്. ഈ പേജിലേക്കാണ് അത് പോകാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇൻഷുറൻസ് പ്രോജക്റ്റ് എന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എടുക്കേണ്ടത് ഇൻഷുറൻസ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ വേർഡ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ലിങ്ക് പുറത്ത് കാണുന്ന ഇതാണ് എടുക്കേണ്ടത്. അപ്പൊ ഞാനിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തു. ഇനി ഞാൻ എന്റെ കോഡിലേക്ക് തിരിച്ചു പോയിട്ട് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. നമുക്ക് തുടങ്ങേണ്ടത് driver.findElement, ഒരു എലമെന്റ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഏതായിരിക്കും ലിങ്ക് ടെസ്റ്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ലിങ്ക് ടെക്സ്റ്റ് ഒന്ന് കൊടുക്കാം, കോഡ്സ് ഇടുക. എന്നിട്ട് ആ ഡിസ്പ്ലേ ടെക്സ്റ്റ് എന്തായിരുന്നു, ഇൻഷുറൻസ് പ്രോജക്റ്റ് എന്നുള്ളതായിരുന്നു, അത് ഇവിടെ കൊടുക്കുക, സെമികോളൻ ഇടുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇതൊരു വേരിയബിളിലേക്ക് സേവ് ചെയ്യണം ഈ സംഭവം. എന്നിട്ട് വേണം നമ്മൾ ആക്ഷൻസ് തുടങ്ങാനായിട്ട്.
അല്ലെന്നാണെങ്കിൽ പിന്നീട് അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വെബ് എലമെന്റ് എന്നുള്ള വേരിയബിളിലേക്കാണ് നമുക്ക് ഇതൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുക. വെബ് എലമെന്റ് എന്ന് പറഞ്ഞ് ഞാൻ ലിങ്ക് ഒന്ന് കൊടുക്കുകയാണ്. ലിങ്ക് ഓക്കെ, എന്റെ ഡ്രൈവർ ഞാൻ എടുത്തപ്പോൾ പോയി, ഞാനൊന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, ഈ ലിങ്കിലേക്ക് ഞാനത് സേവ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇനി ഈ ലിങ്ക് വെച്ചിട്ടാണ് ആ വേരിയബിളിലാണ് ഞാൻ ആക്ഷൻ കൊടുക്കുന്നത്. സോറി, ക്ലിക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ക്ലിക്ക് നമുക്ക് ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനല്ലേ പറ്റുക. അപ്പൊ ഞാൻ അതിൽ ക്ലിക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇതിന്റെ ഇത് മാറ്റാൻ മറന്നു കേട്ടോ, സോറി. ഞാൻ ആ ഡെമോ സൈറ്റിന്റെ പേര് ഇത് മാറ്റി കൊടുക്കാൻ മറന്നു. നമ്മുടെ സോഴ്സ് ഡെമോയാ കിടക്കുന്നത്. ഈ സോഴ്സ് ഡെമോ ഒന്ന് മാറ്റി ഇത് കൊടുത്തോട്ടെ. ഓക്കെ, സേവ് ചെയ്യുന്നു. ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കാം. ലിങ്ക് ടെക്സ്റ്റ് ട്രയൽസ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, ക്രോം ഡ്രൈവർ ലോഞ്ച് ചെയ്തു, ഈ സൈറ്റ് ലോഡ് ചെയ്തു. ഇനി ഇൻഷുറൻസ് പ്രോജക്റ്റ് എന്നുള്ളതാണ് എന്റെ ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്യാണ്, അതിലേക്ക് പോയി. ഓക്കെ, ആ പേജിലേക്ക് പോയി. ആ പേജാണിത്. പേജസ് തമ്മിൽ അങ്ങനെ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, കാരണം ഇത് ഡെമോ സൈറ്റ് ആണല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മേളിലെ ലിങ്ക് നോക്കാം കേട്ടോ. ഇൻഷുറൻസിലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്, ഈ ലിങ്ക് ഇങ്ങോട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ലിങ്ക് നോക്കി ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇത് വർക്കിംഗ് ആണ് അല്ലേ? ലിങ്ക് ടെക്സ്റ്റ് എന്ന് നമ്മൾ കൊടുത്ത് ഹൈപ്പർ ലിങ്കിൽ ഇത് വർക്കിംഗ് ആണ്. ഇനി നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ലിങ്കും കൂടി വേണമെങ്കിൽ എടുത്ത് നോക്കാം. ഇവിടെ അജൈൽ പ്രോജക്റ്റ് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്ക് പ്രോജക്റ്റ് ഉണ്ട്. ഏത് വേണമെങ്കിലും എടുത്ത് നോക്കാം. ഏതിലാണോ നിങ്ങൾക്ക് ഇൻസ്പെക്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ എടുത്ത് നോക്കാണ്ട് ബാങ്ക് പ്രോജക്റ്റ് എന്നുള്ളതാണ് ഈ ലിങ്കിന്റെ പേര്. നമുക്ക് ക്ലിക്ക് ചെയ്യാതെ തന്നെ ഈ ലിങ്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ വന്ന് ഇൻസ്പെക്ട് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. നമുക്കൊരു ലിങ്ക് ആണെങ്കിൽ നമുക്ക് ആ പേജിൽ നമ്മൾ എന്താണോ കാണുന്നത് അതങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. കേസ് സെൻസിറ്റീവ് ആണ്. ബി ക്യാപിറ്റൽ ലെറ്റർ ആണ്, പി ക്യാപിറ്റൽ ലെറ്റർ ആണ്, ഇതിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, വേറെ എവിടെയും സ്പേസ് ഇല്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് കോപ്പി എടുക്കാൻ വേണ്ടി പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ കോപ്പി എടുക്കുന്നത് അതുകൊണ്ടിട്ടാണ്. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ബാങ്ക് പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലിങ്ക് കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് തന്നെ കോപ്പി എടുക്കുകയാണ്, പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്റെ ബാങ്ക് പ്രോജക്റ്റ് ആണ് ഇപ്പൊ എന്റെ ലിങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടുവന്ന് ഞാൻ ഇൻഷുറൻസ് പ്രോജക്റ്റിന് പകരം ഇവിടെ സേവ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇനി പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരേ വേരിയബിൾ 2 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? അപ്പൊ ഞാൻ ഇത് ലിങ്ക് 1 എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി മാറ്റണം. ലിങ്ക് 1 ആണ് ഇപ്പൊ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി ഇത് ഞാൻ ലിങ്ക് 2 എന്ന് കൊടുക്കുന്നു. ലിങ്ക് 2-ലാണ് ക്ലിക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതും വർക്ക് ചെയ്യുന്നുണ്ടോ. അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം കൺഫേം ചെയ്യണം. നിങ്ങളിപ്പോ ഇൻഷുറൻസ് പേജിലേക്ക് പോയതിനു ശേഷം ഇവിടെ ബാങ്ക് പ്രോജക്റ്റ് എന്നുള്ള ലിങ്ക് ഉണ്ടായിരിക്കണം. ഇവിടെ അതുണ്ട് ഈ പേജിൽ, അല്ലെങ്കിൽ ഈ സൈറ്റിൽ. ഇത് ഈ ഹെഡറായിട്ട് മേളിൽ കിടക്കുന്നതും ഉണ്ട്. ഈ സൈറ്റിൽ അത് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകാം. അല്ലാത്ത സൈറ്റുകൾ നിങ്ങൾ ഒരു പേജിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേജിലായിരിക്കണം നിങ്ങൾ എലമെന്റ് ഇൻസ്പെക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഫസ്റ്റ് പേജിൽ കുറെ എലമെന്റ്സ് ഇൻസ്പെക്ട് ചെയ്തിട്ട് വേറൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവണം എന്നില്ല. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സിക്യൂഷൻ തുടങ്ങാനായിട്ട്. ഇവിടെ നമുക്കത് 2 ലിങ്കും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തേക്കാം, മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഡിലേ കൊടുത്തേക്കാം. Thread.sleep ഞാൻ കൊടുക്കുകയാണ് 2 സെക്കൻഡ് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ. എന്നിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഡെമോ സൈറ്റ് ലോഡ് ആയിട്ടുണ്ട്. ഇൻഷുറൻസ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇൻഷുറൻസ് പ്രോജക്റ്റ് ആണ്, പേജ് ആണ് ലോഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബാങ്ക് പ്രോജക്റ്റിലും പോയത് ക്ലിക്കായി. ബാങ്ക് പ്രോജക്റ്റും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾക്ക് കൺഫേം ചെയ്യാണ്ട് നിങ്ങൾ ലിങ്ക് മാറിയൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത് ബാങ്ക് പ്രോജക്റ്റിന്റെ ലിങ്ക് ആയിരുന്നു. ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ആണ് കാണാം. വീണ്ടും ഒന്നുകൂടി ബാക്കിലേക്ക് എടുത്താൽ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ലോഡ് ചെയ്ത പേജിലേക്ക് നമ്മൾ വരും. ഓക്കെ, അപ്പൊ ഇതെല്ലാം വർക്ക് ചെയ്തു. അപ്പൊ ലിങ്ക് ടെക്സ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് നോക്കാം. അടുത്തതാണ്. അപ്പോൾ നമ്മൾ ലിങ്ക് ടെക്സ്റ്റ് എടുത്തത് ആ ഡിസ്പ്ലേ ടെക്സ്റ്റ് അങ്ങനെ തന്നെ എടുത്ത് കൊടുക്കുക ചെയ്തത്. ഇനി അടുത്തത് നമ്മുടെ അതിന് മുമ്പ് അതിന്റെ ഹൈലൈറ്റ്സ് നേരത്തെ പറഞ്ഞത് കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഞാനൊന്നും കൂടി പോയിന്റ് ചെയ്തേ ഉള്ളൂ. ആങ്കർ ടാഗ്സിലാണ് ലിങ്ക് ടെക്സ്റ്റ് വർക്ക് ചെയ്യുക. നാവിഗേഷൻ ഫ്ലോസ് ചെക്ക് ചെയ്യാനാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ ലിങ്ക് നമ്മൾ എപ്പോഴും ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് മൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വേറെ സെക്ഷനിലേക്ക് മൂവ് ചെയ്യാനാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നാവിഗേഷൻ ഫ്ലോസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഹൈപ്പർ ലിങ്ക് ടെക്സ്റ്റ് എന്നുള്ള വെബ് ലൊക്കേറ്റർ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാക്ട് ആയിട്ട് ആ വേർഡ് തന്നെ കൊടുക്കണം. അതായത് ഡൗൺലോഡ്സ് ഉണ്ടെങ്കിൽ ഡൗൺലോഡ് എന്ന് കൊടുത്താൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലിങ്ക് ടെക്സ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് വർക്ക് ചെയ്യും. അപ്പൊ ഇത് എക്സാക്ട് എന്താണോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അത് തന്നെ എടുത്ത് കൊടുക്കണം.
അതാണ് ലിങ്ക് ടെക്സ്റ്റിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരു സ്പേസോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കുത്തോ കോമോ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് എക്സാക്ട് മാച്ച് ആണ് നോക്കുന്നത്, ഈക്വൽ ടു ആണ് നോക്കുന്നത്. അപ്പൊ ഈക്വൽ ടു നോക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും അഡീഷണലി എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്, ആങ്കർ ടാഗിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഹൈപ്പർ ലിങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ എക്സാക്ട് മാച്ച് നോക്കില്ല. ആ ലിങ്കിലെ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായാൽ മതി. ഇപ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ലിങ്കാണ് നോക്കുക. നമ്മൾ ചില സമയത്ത് നമ്മൾ ഈ ഫേസ്ബുക്കോ ഇൻസ്റ്റയൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ചില ലിങ്കുകൾ ഭയങ്കര വലുതായിരിക്കില്ല. ഒരു കണ്ടന്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ന്യൂസിന്റെ ഒരു സൈറ്റ് ആണെന്ന് വിചാരിക്കുക. അതിലൊക്കെ ലിങ്ക് എന്ന് വെച്ചാൽ ഒരു ന്യൂസിലേക്ക് പോയിന്റ് ചെയ്യുന്നത് ഒരു വലിയൊരു സെന്റൻസ്, എനിക്ക് ഒരു 5-6 സെന്റൻസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മൊത്തം എടുത്ത് നമ്മുടെ കോഡിൽ നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, ചില സൈറ്റുകൾ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ. ആ സിറ്റുവേഷനിലാണ് നമുക്ക് പാർഷ്യൽ ലിങ്ക് ഹെൽപ്ഫുൾ ആവുന്നത്. മൊത്തം അങ്ങ് ടൈപ്പ് ചെയ്യേണ്ട, ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ആയിരിക്കും ചിലപ്പോൾ ഒരു ലിങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്രയും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് കുറച്ച് കണ്ടന്റ് അതിനകത്ത് മാച്ച് ചെയ്യുന്ന ഒരു ഫസ്റ്റിലെയോ ലാസ്റ്റിലെയോ എവിടെയെങ്കിലും ഉള്ള ഒരു കുറച്ച് കണ്ടന്റുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് വർക്ക് ചെയ്തോളും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, രണ്ടിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് സെലീനിയം സെർവർ എന്നാണ് ലിങ്കിന്റെ ഫുൾ പേര്. ഡൗൺലോഡ് സെലീനിയം സെർവർ എന്നാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഹൈപ്പർ ലിങ്ക്. അപ്പൊ ഇത് മൊത്തം കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ അവിടെ നിന്ന് ഡൗൺലോഡ് എന്നുള്ള വേർഡ് മാത്രം എടുത്ത് കൊടുത്തു. പക്ഷേ ഇവിടെ by.partialLinkText ആയിരിക്കണം, അല്ലാതെ ലിങ്ക് ടെക്സ്റ്റ് ആയിരിക്കരുത്. ലിങ്ക് ടെക്സ്റ്റ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എക്ലിപ്സ് എടുക്കാണ്. പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് നോക്കാം. ഞാനിവിടെ ഇത് കമന്റ് ചെയ്യട്ടെ, എന്നിട്ട് പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇത് തന്നെ കോപ്പി എടുക്കാം. ഒരെണ്ണം കോപ്പി എടുക്കാം അല്ലെ, ആദ്യം ഒരെണ്ണം എടുത്തിട്ട് കാണിച്ചിട്ട് അടുത്തത് കാണിക്കാം. ഇപ്പൊ ലിങ്ക് വണ്ണെന്ന് ഞാൻ കൊടുക്കുന്നത് ഇത് കമന്റഡ് ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ പോയിട്ട് ഒരു ലിങ്ക് പാർഷ്യൽ ലിങ്ക് എടുത്ത് നോക്കാം. അതായത് ഇൻഷുറൻസ് പ്രോജക്റ്റ് എന്നുള്ളതാണല്ലോ കംപ്ലീറ്റ് ലിങ്ക്. അതിലിപ്പോ ഞാൻ ഫുള്ള് കൊടുക്കുന്നില്ല, ഞാൻ കൊടുക്കുന്നത് ഇൻഷുറൻസ് വരെയുള്ളത് ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. ഇൻഷുറൻസ് വരെയുള്ള കൊടുത്തു, എന്നിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒരു മിനിറ്റ്, നമുക്കൊന്ന് ചെക്ക് ചെയ്തോട്ടെ. എനിക്ക് ഇത് വർക്ക് ചെയ്തില്ലായിരുന്നു, എന്താ പ്രശ്നം നോക്കാം നമുക്ക്. പ്രോട്ടോകോൾ അണേബിൾ ടു ലൊക്കേറ്റ് എലമെന്റ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എലമെന്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വരുന്ന എക്സെപ്ഷൻ ആണ് നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് കിട്ടാറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പാർഷ്യൽ എന്ന് മാറ്റിയില്ല, കോപ്പി പേസ്റ്റ് ചെയ്ത് ഇത് മാത്രമേ ഞാൻ മാറ്റിയുള്ളൂ. കണ്ടോ, ലിങ്ക് ടെക്സ്റ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് എക്സാക്ട് മാച്ച് അത്യാവശ്യമാണ്. ലിങ്ക് ടെക്സ്റ്റ് നമ്മൾ കൊടുത്താലും പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റിനാണ് നമുക്ക് ഒരു പോർഷൻ മാത്രമായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഇത് വായിച്ചിട്ട്, അതായത് ഈ എറർ വായിച്ചിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. ഞാൻ കൊടുത്ത എലമെന്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എലമെന്റ് ലൊക്കേറ്ററിൽ പ്രശ്നമുണ്ട്. മെത്തേഡ് ലിങ്ക് ടെക്സ്റ്റ് ആയിരുന്നു, നമ്മൾ എടുക്കാൻ നോക്കിയ സെലക്ടർ ഇൻഷുറൻസ് ആണ്. അപ്പൊ അതൊരു പാർഷ്യൽ ലിങ്ക് ആണ്, അല്ലെ, ലിങ്കിന്റെ പകുതിയേ ഉള്ളൂ. അപ്പൊ ഇവിടെ മാറ്റി കൊടുക്കണം. അത് ഞാൻ മാറ്റായിരുന്ന കൊണ്ടാണ് എറർ അടിച്ചത്. ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം, പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് എന്നാക്കണം. എന്നിട്ട് ഇനി നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം ഒന്നുകൂടി. ഇതൊന്ന് ക്ലോസ് ചെയ്തോട്ടെ, എല്ലാം ഓപ്പൺ ആയി കിടക്കാണ്. ഇനി ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇത് ക്ലിക്ക് ചെയ്തു, ഇൻഷുറൻസ് പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്തു, ആ പേജിലേക്ക് അത് നാവിഗേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ കോഡ് ഇപ്പൊ വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഇവിടെ ഈ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കുറെ സ്ഥലത്ത് കാണിക്കുന്നുണ്ട് അല്ലെ. ഇൻഷുറൻസ് പ്രോജക്ട്, അജൈൽ പ്രോജക്ട്, ബാങ്ക് പ്രോജക്ട്, സെക്യൂരിറ്റി പ്രോജക്ട്, ടെലികോം, പിന്നെ ഇതെല്ലാം പ്രോജക്ട്സ് ആണ്. ഒരു 1 2 3 4 5 6 എണ്ണം ഉണ്ട്, 6 പ്രോജക്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ പ്രോജക്റ്റ് എന്നാ കൊടുക്കുന്നെങ്കിൽ ഇനി ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ് അടുത്ത നമുക്ക് നോക്കേണ്ടത്. ഇതെല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു വേർഡാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള വേർഡ് ഞാൻ കൊടുത്ത ഒരു 6 പ്രോജക്ട്സ് അതിനകത്ത് ഉണ്ട്. അപ്പൊ ഏത് പ്രോജക്റ്റ് ആയിരിക്കും അത് ആദ്യം എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അത് കൊടുക്കുമ്പോൾ ഇത് കേസ് സെൻസിറ്റീവ് ആണ്, അത് നോക്കണം. പി ക്യാപിറ്റൽ ലെറ്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പി ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു. എന്നിട്ട് ഇത് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് സെലീനിയം ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നോഡ് ആയിരിക്കും. ഇതിനകത്ത് ഫസ്റ്റ് മാച്ചിങ് നോഡ് ഏതാണോ അതിനെ ആയിരിക്കും സെലീനിയം ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻഷുറൻസിൽ വീണ്ടും ക്ലിക്ക് വേണത്.
ഓക്കെ, ഇപ്പൊ നമുക്ക് ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒരു അജൈൽ എന്നുള്ളൊരു വേർഡ് ഇതിന് ഫ്രണ്ടിൽ ഞാൻ കൊടുത്തു നോക്കാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ അജൈൽ എന്ന് കൊടുക്കാം. അപ്പൊ കാണാം നമുക്ക് അജൈൽ എന്നുള്ള ലിങ്കിലേ ക്ലിക്ക് വരുള്ളൂ. ഇനി രണ്ടാമത് ഞാൻ പാർഷ്യൽ ലിങ്കിൽ പ്രോജക്റ്റ്, അതായത് കോമൺ ആയിട്ടുള്ള ഒരു വേർഡ് കൊടുത്തു, ലിങ്ക് 2 എന്ന് കൊടുത്തിട്ട് ഞാൻ കോമൺ ആയിട്ടുള്ള വേർഡാണ് കൊടുത്തത് പ്രോജക്റ്റ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും മാച്ചിങ് ആണ്, ഫസ്റ്റ് മാച്ചിങ് നോഡ് ഏതാണോ അതിലായിരിക്കും ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് മാച്ചിങ് നോഡ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിന്റെ കൂടെയാണ് പ്രോജക്റ്റ് വരുന്നത് ഫസ്റ്റില്, അപ്പൊ അതിലായിരിക്കും ക്ലിക്ക് വീഴുക. അപ്പൊ അജയിൽ ഞാൻ ആദ്യം കൊടുത്തപ്പോൾ അജയിൽ ക്ലിക്ക് ചെയ്യണു, അതിനുശേഷം ഇൻഷുറൻസ് പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്യണു. കണ്ടോ? അപ്പൊ ഓരോ എലമെന്റും ഇൻഡിവിജ്വൽ ആയിട്ടാണ് അത് ഇൻസ്പെക്ട് ചെയ്യുന്നത്. കണ്ടോ? ഇത് ലാസ്റ്റ് വന്നിരിക്കുന്നത് എന്റെ ഇൻഷുറൻസ് പേജിലാണ്. അവിടെ ഇൻഷുറൻസ് ഇനി ബാക്ക് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം അജയിലായിരുന്നു ഫസ്റ്റ് വന്നത്. അതിന് മുമ്പ് നമ്മുടെ പേജ് ലോഡ് ചെയ്തതാണ്, ഈ ലിങ്ക് നമ്മൾ പേജ് ലോഡ് ചെയ്തതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്താ ലിങ്ക് ടെക്സ്റ്റും പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റിലും ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കിനി ഡിഫറെന്റ് ലിങ്ക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഇപ്പൊ ബ്രോക്കൺ ലിങ്ക്സ് അങ്ങനെ പലതും വെച്ചിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. തൽക്കാലം ഇപ്പോൾ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റും ഈ ലിങ്ക് ടെക്സ്റ്റും വെച്ചിട്ടുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി സ്ലൈഡിൽ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ തന്നെ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇതൊക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ലിങ്ക് ടെക്സ്റ്റ് ആങ്കർ ടാഗിനെയാണ്, ആങ്കർ ടാഗിൽ ഡിസ്പ്ലേ എലമെന്റ് എന്താണോ ഡിസ്പ്ലേ ടെക്സ്റ്റ് എന്താണോ അത് കൊടുത്തിട്ടാണ് നമ്മൾ ലിങ്ക് ടെക്സ്റ്റും പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റും വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ലിങ്ക് ടെക്സ്റ്റിന് എക്സാക്ട് മാച്ച് വേണം, പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റിന് അതിലൊരു പോർഷൻ മാത്രം മാച്ച് ചെയ്യിച്ചാൽ മതിയാവും നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ കോഡ് ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്തോളാം, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ബാക്കി എലമെന്റ്സും ഇനി വെബ് എലമെന്റ് ലൊക്കേറ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത മാച്ചിങ് ആയിട്ടുള്ള 2 എലമെന്റ് ലൊക്കേറ്റേഴ്സ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ ആൻഡ് ടേക്ക് കെയർ.